ദീപ്തി കല്യാണി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷനും മറ്റ് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്യലാണ് പുള്ളിക്കാരിയുടെ പ്രധാന ഹോബി. കഴിഞ്ഞ ദിവസം കൊച്ചിൻ സ്റ്റാർസ് എന്ന ഓൺലൈൻ മീഡിയയിൽ വന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അച്ഛന്റെ മുമ്പിൽ നിന്ന് മകൾ വസ്ത്രം മാറിയാൽ തെറ്റില്ല, അല്ലെങ്കിൽ സഹോദരന്റെ മുമ്പിൽ നിന്ന് സഹോദരി വസ്ത്രം മാറിയാൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇതിനെപ്പറ്റി എന്റെ അഭിപ്രായം പറയും മുമ്പ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു നോക്കാം. ഇവർക്ക് മാറാനുള്ള സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് ഒരു ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണായാലും പെണ്ണായാലും അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളായാലും കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ വസ്ത്രം മാറുമ്പോൾ മുറിയടക്കുന്നത്. എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ബ്രദർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ശരി, ബ്രദറായിട്ട് കണ്ടോ എന്ന് വെച്ച് കാണുന്നവരുടെ മുമ്പിലൊക്കെ പോയി വസ്ത്രം മാറും തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഡ്രസ്സ് മാറും. നിനക്ക് തോന്നില്ല, കാരണം അത് മനസ്സിലാക്കാനുള്ള വിവേകവും പക്വതയും ആയിട്ടില്ല. അതിന്റെ പ്രശ്നമാണ്. ഒരുമിച്ച് ഡ്രസ്സ് മാറിയതുകൊണ്ട് ഇപ്പൊ ഒരുമിച്ച് കിടന്നുകൊണ്ടും ഞാൻ അതിന് തെറ്റ് പറയില്ല. എന്തൊക്കെ വിഡ്ഢിത്തരമാണ് വിളിച്ചു പോകുന്നത്. ഞങ്ങന്മാരും കെടുക്കുന്നില്ല, അച്ഛനും മോളും കെടുക്കുന്നില്ല. അവിടെ തെറ്റായ ചിന്തകൾ. അച്ഛനും മക്കളൊക്കെ ഒരുമിച്ച് കിടക്കും, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരും രണ്ടു മുറിയിലാകും. രണ്ടു പേരിലും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു മോശം ചിന്ത ഉണ്ടാകില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഈ പറയുന്ന അച്ഛനമ്മയും ആങ്ങളെയും പെങ്ങളും. എല്ലാവരും അവരവരുടേതായ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. ഉണ്ടാവില്ല. കാരണം അച്ഛനായിട്ടും ആങ്ങളെയായിട്ടും ഫ്രണ്ടായിട്ടും ബോയ്ഫ്രണ്ടായിട്ടും എനിക്ക് കാണാൻ എനിക്കത് അറിയാൻ പറ്റും. ദീപ്തി പുരുഷന്റെ കൂടെ ഇതുപോലെ ഡ്രസ്സ് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ എന്തൊരു ക്രെഡിറ്റോടെയാണ് വിളിച്ചു പോകുന്നത്. ഈ തൊലിക്കട്ടി കുറച്ചെങ്കിലും കിട്ടിയെങ്കിൽ. അതെനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ. കാരണം ഗോവയിൽ ഞാൻ പോയത്, ഞങ്ങൾ ഇവിടുന്ന് ഒരു അഞ്ച് ബോയ്സും വേറെ 2 ഗേൾസും ഞാൻ ഇവിടെ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ റൂം എടുത്ത് 2 റൂമായിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നു ടോട്ടല്. 2 റൂം എടുത്തു, ഷെയർ ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചാണ് കിടന്നത്, ഒരുമിച്ചാണ് ഡ്രസ്സ് മാറുന്നത് ഒക്കെ. പക്ഷെ എനിക്കത് വിശ്വാസമുള്ള, ഇപ്പോഴും ആ എത്ര വിശ്വാസമാണെന്ന് പറഞ്ഞാലും ഒരാൾക്ക് നിങ്ങളെ ചതിക്കണമെന്ന് തോന്നിയ എളുപ്പമുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒളിക്യാമറ വെച്ച് തന്നെ ഷൂട്ട് ചെയ്താൽ ഭാവി പോവും. എന്റെ കൂടെ ഉണ്ട്. എനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ എനിക്ക് അങ്ങനെ ഇപ്പൊ നിങ്ങളായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സ് മാറും. പക്ഷെ അവിടെ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഞാൻ റിയാക്ട് ചെയ്യുക. അതെനിക്ക് അറിയാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ റിയാക്ട് ചെയ്തിട്ടും കാര്യം ഉണ്ടാകില്ല. കാരണം നിങ്ങളെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഒരു വ്യക്തി അപ്രോച്ച് ചെയ്തെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. തെറ്റായിട്ടാണ് നിന്റെ നോട്ടം, ശരിയല്ല എന്ന് എനിക്ക് തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് വരും. അത്രേ ഉള്ളത്. ആരെന്നെയായാലും ഞാൻ അടിക്കും. കേട്ടില്ലേ? ഒരാൾ തെറ്റായിട്ടാണ് നോക്കുന്നത് എന്നറിഞ്ഞാൽ അപ്പോൾ റിയാക്ട് ചെയ്യും, ചെരുപ്പൂരി അടിക്കുമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരൂല. നിങ്ങളെ തെറ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള വക അവന്റെയോ അല്ലെങ്കിൽ അവളുടെയോ കയ്യിലുണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇവരുടെ സംസാരം കേട്ടപ്പോൾ തോന്നിയതാണ്. അതായത് വിവരമില്ലായ്മയാകാം, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടു നടക്കും. എന്തായാലും ദീപ്തി കല്യാണി കൊണ്ടു നടക്കുമെന്ന് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ദീപ്തി കല്യാണി പറഞ്ഞ മറ്റൊരു കാര്യമാണ് അച്ഛന്റെ മുമ്പിലോ അല്ലെങ്കിൽ ആങ്ങളയുടെ മുമ്പിലോ വസ്ത്രം മാറിയാൽ തെറ്റില്ലെന്ന്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഭാര്യയും ഭർത്താവിന്റെ കേസിലാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർക്കിടയിൽ പ്രൈവസി കുറവാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ അവർക്കിടയിൽ വരെ പ്രൈവസി ഉണ്ട്. കാരണം അതങ്ങനെയാണ്, അതാണ് സത്യാവസ്ഥ. നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു കാര്യം വിളിച്ചു പോകുമ്പോൾ 10-100 വട്ടം ആലോചിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഊക്ക് വാങ്ങി കൂട്ടാനും എയറിൽ കയറാനുമേ സമയമുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.